ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാ ജീവികൾക്കും സന്തോഷമുള്ള മനസ്സുണ്ടാകട്ടെ. ബുദ്ധൻ. എല്ലാ ജീവികളും സന്തോഷമുള്ള മനസ്സുകൾ ഉണ്ടാകട്ടെ എന്ന ചിന്ത നിങ്ങളെ പല വിധത്തിലും പ്രചോദിപ്പിക്കാൻ സഹായിക്കും. സർവജന സുഖം സ്വന്തം സന്തോഷം മാത്രമല്ല, എല്ലാ ജീവികളുടെയും സന്തോഷത്തെക്കുറിച്ചുള്ള ചിന്തയാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത്. ഇത് കാരുണ്യവും പരസ്പര ബന്ധവും വളർത്തുന്നു. ആത്മമനോഭാവം. മറ്റുള്ളവരുടെ സന്തോഷം ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ ആത്മമനോഭാവവും ആശാവാദവും വളർത്തുന്നു. വ്യക്തിപരമായ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറി കൂടുതൽ നന്ദിയുള്ള മനോഭാവം വളർത്താൻ സഹായിക്കുന്നു. തരംഗപരമ്പര. ഓരോരുത്തരും മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പരിശ്രമിക്കുമ്പോൾ അത് സമൂഹത്തിലുടനീളം ദയയും സുഖവും പ്രോത്സാഹിപ്പിക്കുന്ന ഒരു തരംഗപരമ്പര സൃഷ്ടിക്കുന്നു. ആന്തരിക സമാധാനം. മറ്റുള്ളവരുടെ സന്തോഷത്തെക്കുറിച്ച് ആത്മാർത്ഥമായ കരുതൽ വളർത്തുന്നതിലൂടെ പോസിറ്റീവായ ലോകത്തിന് സംഭാവന ചെയ്യുന്നുവെന്ന് അറിയുന്നതിലൂടെ ആന്തരിക സമാധാനവും തൃപ്തിയും അനുഭവപ്പെടാൻ സാധിക്കും. ഈ ചിന്ത ബുദ്ധമത പഠനങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെങ്കിലും അതിന്റെ സന്ദേശം മറ്റു പല തത്വചിന്തകളിലും ആത്മീയ പാരമ്പര്യങ്ങളിലും പ്രതിധ്വനിക്കുന്നു. കാരുണ്യവും പോസിറ്റീവ് ചിന്തകളും വളർത്തുന്നതിനുള്ള ദൈനംദിന മന്ത്രമായി ഇത് ഉപയോഗിക്കാം. സ്വന്തം സന്തോഷത്തിന്റെ ഉറവിടം. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിനും സംതൃപ്തിക്കും കാരണമാകുന്നു. സഹായകരമായിരിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ ജീവിതത്തിന് അർത്ഥം നൽകുകയും സന്തോഷം കൊണ്ടുവരികയും ചെയ്യുന്നു. സഹാനുഭൂതിയും കരുണയും വളർത്തുന്നു. എല്ലാവരും സന്തോഷകരമായ മനസ്സ് ആഗ്രഹിക്കുന്നുവെന്ന് തിരിച്ചറിയുന്നതിലൂടെ മറ്റുള്ളവരുടെ വികാരങ്ങളോട് കൂടുതൽ സംവേദനശീലയാനും അവരുടെ കഷ്ടതകളിൽ കരുണ കാണിക്കാനും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടും. നന്മയുടെ ചങ്ങല. നിങ്ങളുടെ ചിന്തകളും പ്രവൃത്തികളും മറ്റുള്ളവരെ സ്വാധീനിക്കുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് മറ്റുള്ളവരെയും അതുപോലെ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പരസ്പരം കൂടുതൽ ദയുള്ളതും ധാർമ്മികവുമായ ഒരു സമൂഹം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ജീവിതത്തിലെ വെല്ലുവിളികളെ മറികടക്കാൻ സഹായിക്കുന്നു. മറ്റുള്ളവരുടെ സന്തോഷത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് നിങ്ങളുടെ സ്വന്തം പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനും കൂടുതൽ പോസിറ്റീവ് മനോഭാവം വളർത്താനും സഹായിക്കുന്നു. ഇത് ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാനും മറികടക്കാനുമുള്ള നിങ്ങളുടെ കരുത്തും വർദ്ധിപ്പിക്കുന്നു. ജ്ഞാനവും ബോധവും വളർത്തുന്നു. എല്ലാവരും സന്തോഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ജീവിതത്തിന്റെ വലിയ ചിത്രം കാണാനും നിങ്ങൾ ആശയവിനിമയം നടത്തുന്ന വ്യത്യസ്ത സാഹചര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കാനും നിങ്ങൾ പ്രോത്സാഹിപ്പിക്കപ്പെടും. ഇത് നിങ്ങളുടെ ജ്ഞാനവും ബോധവും വളർത്തുകയും ജീവിതത്തെക്കുറിച്ചുള്ള കൂടുതൽ ആഴത്തിലുള്ള ധാരണ നേടിയെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും പ്രചോദിപ്പിക്കാനും ഉപയോഗിക്കുക. എല്ലാ ജീവികളും സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ ഓരോ ചെറിയ പ്രവൃത്തിയും വലിയ വ്യത്യാസം വരുത്തും. കേരളത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ രാമൻ എന്നൊരു വൃദ്ധൻ താമസിച്ചിരുന്നു. ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന വേനൽക്കാലത്തെ മറികടക്കാൻ ഗ്രാമീണർ പ്രയാസപ്പെടുന്ന സമയമായിരുന്നു അത്. കിണറുകൾ വറ്റിത്തുടങ്ങി, കൃഷിയിടങ്ങൾ ഉണങ്ങിപ്പോയി. ആളുകളുടെ മുഖത്ത് നിരാശ പടർന്നു. ഒരു ദിവസം രാമൻ വീടിനടുത്തുള്ള മാവിൻ ചുവട്ടിൽ ഒരു കുഞ്ഞു വിത്ത് നട്ടു. ദിവസവും അദ്ദേഹം ആ വിത്ത് നനച്ചു പരിപാലിച്ചു. ഗ്രാമീണർ ഇത് ശ്രദ്ധിക്കുകയും പാവം വൃദ്ധന് വെയിലേറ്റത് തളർന്നിരിക്കുമെന്ന് കരുതുകയും ചെയ്തു. ഈ വരൾച്ചയിൽ എന്ത് വിത്താണ് മുളയ്ക്കാൻ പോകുന്നതെന്ന് അവർക്ക് അതിശയമായിരുന്നു. രാമൻ അക്ഷീണനായി ആ വിത്തിനെ പരിപാലിച്ചു. ആഴ്ചകൾക്കുള്ളിൽ അത് ഒരു ചെറിയ തൈയായി വളരാൻ തുടങ്ങി. ഗ്രാമീണരുടെ അത്ഭുതം വർദ്ധിച്ചു. എന്നാൽ ഇപ്പോഴും ആ വൃദ്ധന്റെ പ്രവൃത്തികളെക്കുറിച്ച് സംശയം തോന്നി. ഒരു ദിവസം ചെടി ഒരു ചെറിയ പൂവ് മുളപ്പിച്ചു. അതു മനോഹരവും സുഗന്ധമുള്ളതുമായ പൂവായിരുന്നു. ആ പൂക്കളുടെ സൗന്ദര്യവും സൗരഭ്യവും കണ്ട് ഗ്രാമീണരുടെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. തൊട്ടടുത്ത ദിവസം തന്നെ കൂടുതൽ പൂക്കൾ വിടർന്നു. രാമൻ ആ പൂക്കൾ പറിച്ച് അടുത്തുള്ള ക്ഷേത്രത്തിൽ അർപ്പിച്ചു. പൂക്കളുടെ സുഗന്ധം ക്ഷേത്രം നിറഞ്ഞു. ആളുകൾ അമ്പലത്തിലേക്ക് ഒഴുകാൻ തുടങ്ങി. പൂക്കളുടെ സൗന്ദര്യവും സുഗന്ധവും അവരുടെ മനസ്സിനെ ഉന്മേഷവും ആനന്ദവും കൊണ്ട് നിറച്ചു. ഗ്രാമത്തിലുടനീളം ആഹ്ലാദവും നന്ദിയും അലയടിച്ചു. ആ വരണ്ട കാലഘട്ടത്തിലും ഒരു ചെറിയ വിത്ത് വലിയ സന്തോഷവും ആശ്വാസവും നൽകാൻ കഴിഞ്ഞു. സന്തോഷത്തിന് പകരം വയ്ക്കാനൊന്നില്ല. പ്രതിസന്ധികൾക്കും ബുദ്ധിമുട്ടുകൾക്കുമിടയിലും സന്തോഷവും തൃപ്തിയും പകരം വയ്ക്കാനില്ലാത്തതാണ്. രാമന്റെ പ്രവൃത്തികൾ ഈ സന്ദേശം ഉറപ്പിച്ചു കാണിക്കുന്നു. ദയയുടെ ശക്തി. മറ്റുള്ളവരുടെ സന്തോഷം മുൻനിർത്തിയുള്ള നിസ്വാർത്ഥ പ്രവൃത്തികൾക്ക് സമൂഹത്തെ മൊത്തത്തിൽ ഉയർത്താനുള്ള കഴിവുണ്ട്.
ചെറിയ പ്രവൃത്തികളുടെ ശക്തി സന്തോഷം പകരാനും മറ്റുള്ളവരിൽ മാറ്റം വരുത്താനും വലിയ ആംഗ്യങ്ങളുടെ ആവശ്യമില്ല. ഒരു ചെറിയ വിത്ത് പോലും സന്തോഷത്തിന്റെ വസന്തം വിതയ്ക്കാൻ കഴിയും. അചഞ്ചലമായ പ്രതീക്ഷ ഇരുണ്ട സമയങ്ങളിൽ പോലും പ്രതീക്ഷയുടെയും ശുഭാപ്തിവിശ്വാസത്തിന്റെയും ജ്വാല നിലനിർത്തേണ്ടത് പ്രധാനമാണ്. പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും സന്തോഷത്തിന്റെ ഒരു വിത്ത് നട്ടുപിടിപ്പിക്കാനുള്ള രാമന്റെ തീരുമാനം ഇതിന് ഉദാഹരണമാണ്. ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള പ്രചോദന കാരണങ്ങൾ. സാമൂഹിക ഉത്തരവാദിത്വം. എല്ലാ ജീവികളും സന്തോഷമുള്ള മനസ്സുകൾ ഉണ്ടാകട്ടെ എന്ന ആശയം മറ്റുള്ളവരുടെ സുഖത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കാനുള്ള നമ്മുടെ സാമൂഹിക ഉത്തരവാദിത്വത്തെ എടുത്തുകാണിക്കുന്നു. സേവന. ഭാരതീയ മൂല്യം. മറ്റുള്ളവരുടെ സന്തോഷത്തെ സേവിക്കുന്നത് സേവയുടെ ഉന്നതമായ ഇന്ത്യൻ മൂല്യവുമായി പൊരുത്തപ്പെടുന്നു. ആത്മീയ പാരമ്പര്യം. എല്ലാ ജീവികൾക്കും സന്തോഷത്തിനുള്ള ആഗ്രഹം ബുദ്ധമതം, ഹിന്ദുമതം തുടങ്ങി നിരവധി ഇന്ത്യൻ ആത്മീയ പാരമ്പര്യങ്ങളിൽ ആഴത്തിൽ വേരൂന്നിയതാണ്. ഈ കഥയും വിശദീകരണവും എല്ലാ ജീവികളും സന്തോഷമുള്ള മനസ്സുകൾ ഉണ്ടാകട്ടെ എന്ന ലളിതവും ശക്തവുമായ ആഹ്വാനത്തിന്റെ മനോഹരമായ ചിത്രീകരണമാണ്. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.